പ്രതിയായ കോഴിക്കോട് വടകര MDMA കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച SIT. അറസ്റ്റിലായ 3 അധ്യാപകരും ഇൻസ്റ്റഗ്രാം വഴിയാണ് ആവശ്യക്കാരെ കണ്ടെത്തിയിരുന്നത്. ഇടപാടുകാരെ കുറിച്ചും SIT അന്വേഷിക്കുന്നുണ്ട്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഒരു ചെറുക്കനെ അങ്ങ് തൂക്കിയപ്പോഴത്തേക്ക് തേ കിടക്കുന്നു ടീച്ചേഴ്സ്. ആ പയ്യൻ്റെ ട്രാൻസാക്ഷൻ എല്ലാം കൂടെ നടത്തിയിരിക്കുന്ന 1.5 കോടി രൂപയുടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിള്ളേരെ 4 അക്ഷരം പഠിപ്പിച്ചു കൊടുക്കേണ്ട ടീച്ചേഴ്സ് തന്നെ ഇതുപോലുള്ള തോന്നിയാസങ്ങൾ കാണിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് പിള്ളേരെ നന്നാവുന്നത്? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. അറിയാലോ വടകര നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് ഈ കാണുന്ന ടീച്ചർ, ഈ ടീച്ചറിൻ്റെ പേരാണ് കീർത്തന മേഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യമാണ് ഈ പറയുന്നത്. പുള്ളിക്കാരി കല്യാണമൊക്കെ കഴിച്ചായിരുന്നു, ഡിവോഴ്സായി, ഒരു കുട്ടിയുണ്ട്, ഹസ്ബൻഡ് കുട്ടിയായിട്ടാണ് നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. മേഡം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ലാഫിഷായിട്ട് ജീവിക്കണം. പിന്നെ അതുപോലെ തന്നെ മാട്രിമോണിയൽ മേഡം ഇന്ന പോലെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പേരെല്ലാം കൊടുത്ത് കൊച്ചിക്കാരിയാണ്, കൊച്ചി അങ്ങനെ കണ്ടാണ് മാട്രിമോണിയല. 28-29 വയസ്സ്. ഓക്കെ, രസം എന്താണെന്ന് വെച്ചാൽ പെണ്ണ് കാണാൻ വേണ്ടി ഒരു പയ്യൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കണ്ട് 9 വയസ്സ് മൂപ്പം കണ്ടാണ്. അത് പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ലക്ഷം രൂപയെങ്കിലും സാലറി വേണം. അമ്മയ്ക്ക് നമുക്ക് കൊടുക്കത്തില്ല, ജാടയായിരുന്നു. 3 ലക്ഷം രൂപയെങ്കിലും സാലറി വേണം. പിന്നെ ഞങ്ങൾ കൂടുതലും നോക്കുന്ന UK ആൾക്കാരൊക്കെയാണ് കൂടുതലും നോക്കുകയൊക്കെ ചെയ്യുന്നതെന്ന്. അവിടെ കുറച്ചൊക്കെ അടങ്ങ്. നിൻ്റെയൊക്കെ ജാടയും വേലയൊക്കെ കണ്ട സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പുച്ഛമേ വരും. ഞാനൊരാളോട്ട് സംസാരിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് എനിക്ക് കൂടുതൽ വരുമൊന്നും ചെയ്യുന്നില്ല. എനിക്കാണെങ്കിൽ ചിരിയും വരുന്നുണ്ട് നല്ല രീതിയിൽ. ഉള്ള കാര്യം തുറന്നു പറയുക, നല്ല ചിരി വരുന്നുണ്ട്. 3 ലക്ഷം രൂപ സാലറി വേണം, UK സെറ്റിൽ ആവണം. അവൾക്കിവിടെ കഞ്ചാവ് വച്ചാവും ഇതുപോലെ MDMA കച്ചവടമൊക്കെയാണ് അവളവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവൾക്കാണ് ഇത്രയും വലിയ ഡിമാൻഡും കാര്യങ്ങളൊക്കെ. പുള്ളിക്കാരെ തൂക്കിയപ്പോൾ കൂട്ടുകാരെ എങ്ങനെ നൈസായിട്ട് എടുത്ത് കാവ്യനെ. അത് പിന്നെ പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, ഞാനോ പെട്ട് നീയും കൂടെ പെട്ടി എന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ കാവ്യ പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കിടക്കുന്ന വേറൊരു അത്യാവശ്യം കൂടെ. എങ്ങനെയായാലും ഇടപാടുകാരെ നല്ല രീതി പോലീസ് ഇപ്പം വല വീശി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഉള്ള കാര്യം പറയാലോ. ഇപ്പം മൊത്തം 4 പേര്, ആ ചെറുക്കനെ കൂടെ കൂട്ടി 4. പിന്നെ ഓരോ വ്യക്തികളെ ഇങ്ങനെ അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇറക്കിയത് നീ ഇപ്പം വന്നിട്ട് അങ്ങ് പോയി കളയാം എന്നുള്ള രീതിയിലാണെന്ന് വിചാരിച്ചോ? ഇത് തെറ്റിപ്പോയി. ഇത് നോക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. പുള്ളിയുടെ റേഞ്ച് എന്താണെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ്. എന്തായാലും കീർത്തനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. എന്ത് തോന്നി? 3 ലക്ഷം രൂപയും പുള്ളിക്കാരിക്ക് UK ജോലിയും ഇനിയിപ്പം എണ്ണാലോ വരുന്നത്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബും കൂടെ ചെയ്യാം. നമ്മൾ ഇനി ന്യൂസിലോട്ടൊക്കെ ഒന്ന് പോവാം. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വർഷ ഗിരീഷ് ആയിരുന്നു കോഴിക്കോട് നിന്ന്. വർഷ, ഗുഡ് മോർണിംഗ്. വലിയ ആശങ്ക ഉയർത്തുന്നതാണ് ഈ വാർത്ത. കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വലിയ ചർച്ചയുമാണ്. 2 അധ്യാപികമാർ പിടിയിലാവുന്നു. അതിനുശേഷം 3ാമതൊരു അധ്യാപിക കൂടി. ഇനി കുട്ടികളുമായി ഈ ലഹരി കച്ചവടം നടത്തിയിട്ടുണ്ടോ, കുട്ടികൾക്ക് ഇത് കൊടുത്തിട്ടുണ്ടോ എന്നതാണ് വലിയ ആശങ്കയെ തുടർന്ന്. ആ നിലയ്ക്കുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അമൃത, ഗുഡ് മോർണിംഗ്. ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ആശങ്കയായി മാറുകയാണ് വടകരയിലെ ഈ MDMA കേസ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വടകര ഭാഗങ്ങളിലെല്ലാം MDMAയുമായി ബന്ധപ്പെട്ട കേസുകൾ ഒരുപാട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായെല്ലാം ഈ ഒരു സംഭവത്തിന് ബന്ധമുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും SIT അന്വേഷിക്കുന്നത്. ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തതിലൂടെയാണ് ഈ ടീച്ചർമാരുടെ ഉൾപ്പെടെ പങ്ക് പുറത്തു വരുന്നത്. സഫാൻ എന്ന ഒരു യുവാവിനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീടാണ് സഫാനിൽ നിന്നും കീർത്തന എന്ന അധ്യാപികയെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ് കീർത്തന എന്ന് പറയുന്നത്. കീർത്തനയെ വീട്ടിൽ നിന്നും വടകര പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ശേഷം കീർത്തനയെ ചോദ്യം ചെയ്തതിലൂടെ സഹപ്രവർത്തകയായ കാവ്യയുടെ പേര് പുറത്തു വന്നു. പിന്നീടാണ് ഈ അധ്യാപിക, 3ാമത്തെ അധ്യാപിക നീഷ്മയുടെ പേര് കൂടി ഇതിൽ പുറത്തു വരുന്നത്. പിന്നീട് ഡെലിവറി ബോയ് ആയി പ്രവർത്തിച്ച ജിജിൽ കുര്യൻ, ഇരിട്ടി സ്വദേശിയായിട്ടുള്ള ജിജിൽ കുര്യൻ എന്നുള്ള ഒരു യുവാവിനെ കൂടെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. വളരെ നാടകീയമായ രംഗങ്ങൾ തന്നെയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അതായത് ഈ ഇൻസ്റ്റഗ്രാം വഴിയാണ് അധ്യാപകർ ആവശ്യക്കാരെ കണ്ടെത്തിയിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും SIT കണ്ടെത്തിയിട്ടുള്ളത്. വലിയൊരു തുക തന്നെ ഇവരുടെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നു എന്നും SIT കണ്ടെത്തിയിരുന്നു. ഈ 3 അധ്യാപകരുടെ അക്കൗണ്ടുകളിലേക്കും അതേപോലെ തന്നെ ഈ ഡെലിവറി ബോയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിരുന്നു. ഡെലിവറി ബോയുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയും അതേപോലെ 1 കോടി രൂപയും അധ്യാപകരുടെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയും എത്തിയെന്നുള്ളതാണ് കണ്ടെത്തൽ. അതായത് ഈ ഡെലിവറി ബോയ് സാധനം നൽകിയ ശേഷം MDMA മയക്കുമരുന്ന് എന്ത് ലഹരി പദാർത്ഥം നൽകിയ ശേഷം ഈ QR കോഡ് കാണിച്ച് പണം കൈപ്പറ്റി എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവർ ആരെയൊക്കെ കഴിഞ്ഞ 5 മാസമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടോ അവരുടെ മൊത്തം ലിസ്റ്റ് എടുക്കണം. അത് ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും 3 ടീച്ചേഴ്സിൻ്റെ എടുക്കണം. ഈ പറയുന്ന ആ പയ്യൻ, അവൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അവൻ്റെ എല്ലാ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചില ആൾക്കാർ ഇതെല്ലാം ഇപ്പോഴും ഇതിൽ നിന്ന് വിട്ടും മാറാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പണ്ട് ഈ 5 വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് മാറാൻ വേണ്ടി എന്തെടുക്കും, ഉപയോഗിക്കത്തില്ല, തുളസി കയറ്റി വെക്കുന്ന ചില ആൾക്കാരുണ്ട്. തുളസിയൊക്കെ ഇങ്ങനെ കയറ്റി വെക്കും. കാരണം ആ വെച്ചുള്ള ശീലം. അങ്ങനെ ഇതുപോലെ അഡിക്റ്റായിട്ട് ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഇതിൽ നിന്നൊന്നും മുക്തമാകാനും പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. ഇതിപ്പം എവിടെ ചെന്ന് അവസാനിക്കുന്നത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പണ്ട് നമ്മളും കുറേ കാര്യത്തിനൊക്കെ വേണ്ടി ഇതുപോലുള്ള കാര്യത്തിനൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുള്ളതാണ്. പിന്നെ ചില പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ഉപദേശിക്കും, ക്ലാസ് എടുക്കും, ഇതിന് MDMA കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എടുക്കും. പക്ഷേ ഇവന്മാരും ഇത് വലിക്കുകയും ചെയ്യും. ഇത് സെയിലും ചെയ്യുന്ന കുറേ ടീംസുകളൊക്കെ ഉണ്ട്. എത്ര പേരുടെ ഭാവിയാണ് ഇവന്മാർ നശിപ്പിച്ച് കളയുന്നത്.
ഇത് ടീച്ചേഴ്സ് ഇപ്പോൾ കണ്ടില്ലേ, 2 ടീച്ചർമാരെ പൊക്കിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ടീച്ചർമാരുടെ തോന്നിവാസം ഇതാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം സുഖം മാത്രം നോക്കി നടക്കുന്ന കുറേ അവൾമാർ, പൈസ 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 ആ ഒരു ചിന്ത കൊണ്ട് കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങളാണ്. പെട്ടുപോയതോ എത്ര കുടുംബമാണ്. കൊള്ളാം. എൻ്റെ പൊന്നിയേട്ടാ കല്യാണം ആലോചിക്കാൻ ചെന്നത് ഇവള് ഡിവോഴ്സാണ്. ഈ കീർത്തന എന്ന് പറഞ്ഞ അവൾ ഡിവോഴ്സാണ്. 2ാമത് ഒരുത്തം വിവാഹം കഴിക്കാൻ ചെന്നപ്പോഴാണ്, ആലോചിക്കാൻ ചെന്നപ്പോഴാണ് അവിടെ 3 ലക്ഷവും മണ്ണാങ്കട്ടയും. എന്തായാലും ഇനി കൂടുതൽ ഇതിൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ ആവശ്യക്കാരെ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ ആശങ്കയായി മാറുന്നത്. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് ഈ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അവർ കണ്ടെത്തിയിരുന്നത് വിദ്യാർത്ഥികളെയാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക നൽകുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഇനി കൂടുതൽ വളരെ ആശങ്കയിലേക്കാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ വടകരയിൽ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാം യോഗമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വളരെ ആശങ്ക നൽകുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ വലിയൊരു ഗൗരവത്തോടു കൂടി തന്നെയാണ് SIT, അതായത് വടകര സിഐയുടെ നേതൃത്വത്തിലുള്ള സിഐയുടെ നേതൃത്വത്തിലുള്ള SIT ഈ കേസ് അന്വേഷിക്കുന്നത്. അന്വേഷിക്കണം, നല്ല രീതിയിൽ അന്വേഷിക്കണം, ചുമ്മാ കളയാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ സ്കൂളിലെ ടീച്ചർ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ ഞാനൊന്ന് വെച്ച് തരാം. ടീച്ചറെ ഇന്നിപ്പോ പ്രത്യേക യോഗം വിളിച്ചതാണോ? DPC യോഗം വിളിച്ചിട്ടുണ്ട്. സ്റ്റാഫ് മീറ്റിംഗ് ആണ് വിളിച്ചത്. മൊത്തം സ്റ്റാഫും പങ്കെടുക്കും. കീഴിലുള്ള 2 അധ്യാപകരാണ് ഈ രീതിയിൽ ലഹരിക്കടത്തിൽ പെട്ടിരിക്കുന്നത്. എന്താ പറയാ, മുഴുവൻ സമയ അധ്യാപകരല്ല, കോൺട്രാക്ട് സ്റ്റാഫുകളാണ്. ഓരോ വർഷവും പുതുക്കുന്ന ആളുകളാണ്. അതിൽ ഒരാൾ പ്രതിയാന്ന് അറിഞ്ഞപ്പം 13-ാം തീയതി തന്നെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ആൾ ഇന്ന് ടെർമിനേറ്റ് ഉത്തരവ് ഇറങ്ങും, ഇന്ന് ഇറക്കും. കാവ്യയുടെ കാര്യമാണ് പറയുന്നത്. കാവ്യയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. അത് ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് തരാം. അവിടെ ആറ്റിറ്റ്യൂഡൊക്കെ, അവളെന്തോ കൊമ്പത്തെ രാജാവിൻ്റെ മോളാന്നുള്ളൊരു ഭാവം ഉണ്ടാവും. അത് ഞാനൊന്ന് വെച്ച് തരാം നിങ്ങൾക്ക്. അതങ്ങനെ കുറേ കോമഡി പീസുകൾ, ഇങ്ങനെ കുറേ അവൾമാരുണ്ടെങ്കിൽ നമ്മുടെ നാട് തന്നെ മുടിവല്ലോ ഈശ്വരാന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കണ്ടേ അവിടെ ആറ്റിറ്റ്യൂഡ് എടുത്താലിപ്പോൾ എന്താടി എടുത്ത എന്താ, ഞാൻ വല്ല വരുന്ന ചൗക്കലടിച്ച് പൊട്ടിച്ചാണ്. PT സാറാന്നാ പറയുന്നത്, പാവം. നടത്തം കണ്ടില്ലേ, തെളിവുണ്ട്, എന്നിട്ട് നടത്തമൊക്കെ കണ്ടില്ലേ അവിടെ. ഇനിയിപ്പോൾ ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നീക്ക് എന്ത് മേടിക്കാനും കാര്യമില്ല. നിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ആ സിഗരറ്റ് കുറ്റിയും കാര്യങ്ങളും എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇവിടെയൊക്കെ നാളെയൊക്കെ വന്നിട്ട് പല കളങ്ങളും വിളിച്ച് പറയും. അതിനൊന്നും ചെന്നിട്ട് ആൾക്കാരൊന്നും വീടില്ല. മോളെ നമുക്കറിയാം, മോള് പാവാന്ന്. തെറ്റ് വേണ്ട, സ്പോട്ടിൽ തന്നെ പറയണം നീ അത് തെറ്റാണെന്നുള്ള രീതിയിലാണ്. ഇവിടെ ഒന്നും അടുപ്പിക്കരുത്. ഇവിടെയൊക്കെ 4 അക്ഷരം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന എന്തിനാണെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. നമുക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇവര് ഈ 2 പേരും വലിയ ഗ്രൂപ്പായിട്ട് നടക്കാറുണ്ട്. അത് അവർ 2 ആളും ഡൈവോഴ്സ് ചെയ്ത ആൾക്കാരായതുകൊണ്ട് ആ പാവം പിടിച്ചവന്മാർ പുണ്യം ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇട്ടിട്ട് പോയെന്നെങ്കിലും പറ. അല്ല, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവരുടെയൊക്കെ ലൈഫ് തന്നെ രക്ഷപ്പെട്ടു. ഇതുപോലുള്ള അവൾമാരൊക്കെ ഉണ്ടെങ്കിലോ ജീവിതം തേഞ്ഞു പോകത്തില്ലേ. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ഈ എന്തായാലും ഡിവോഴ്സായി, എന്തായാലും ഇവൾമാർ നടന്നു പറഞ്ഞു കാണുമല്ലോ, അവൻ ശരിയല്ല അവൻ്റെ കയ്യിരിപ്പോണ്ടാണെന്ന്. ഇപ്പോൾ ജനങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും ഇപ്പോൾ സംഭവം ക്ലിയർ ആയി കാണും. ഇവിടെ ഈ തൊഴിൽ കൊണ്ടായിരിക്കും അവൻ ഇട്ടിട്ട് പോയെന്നുള്ള രീതിയിലാണ്. കൊള്ളാം. എന്തായാലും ഫാമിലി പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ് ഇവരൊന്നിച്ചതെന്നാണ് നമ്മൾ കരുതുന്നത്. നല്ല ടീച്ചർ. എന്തായാലും ടീച്ചറിന് അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായല്ലോ. അല്ലാണ്ട് BRCയില് ആണും പെണ്ണുമായിരുന്നെങ്കിലോ. ഈ ടീച്ചേഴ്സ് മാത്രമല്ല, എല്ലാം കണക്കാ. ചില എണ്ണം വന്നിട്ട് ന്യൂസ് പേപ്പേഴ്സാണ്. അവിടെ വന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് ചില എണ്ണം വരുന്നത്. നമുക്കറിയാലോ. ഇവരെ പറ്റി അങ്ങനെ പരാതികളൊന്നും ഇല്ല. നേരത്തെ ഇവർ സ്കൂളിൽ കൃത്യമായി ഹാജരാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഈ കീർത്തനക്കെതിരെ കാവ്യക്കെതിരെയൊക്കെ പരാതി ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ കഴിഞ്ഞ ദിവസം കീർത്തനേന റിമാൻഡ് ചെയ്തതിന് ശേഷം കാവ്യക്കെതിരെ രക്ഷിതാക്കള് പരാതി ഉന്നയിച്ചിരുന്നു. അപ്പം നമ്മൾ അവിടെ പെട്ടെന്ന് ചെല്ലുകയും രക്ഷിതാക്കളെടുത്തുനിന്ന് പരാതി എഴുതി വാങ്ങുകയും ചെയ്തു. അതിനുശേഷം വൈകിട്ട് അവളോട് പിള്ളേരുടെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചുണ്ടോയെന്ന് അറിയണം. കാരണം ഇപ്പം യഥാർത്ഥ കാര്യം പറഞ്ഞില്ലേ, രക്ഷിതാക്കൾ കംപ്ലൈൻറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് അവരങ്ങനെ പറയാനുള്ള റീസൺ. അപ്പോൾ പിള്ളേർക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ? പിള്ളേർക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്.
നോക്കാം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, എന്തായാലും ഒരു 27-28 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ 1997 ആ ഒരു പ്രായം തൊട്ടുള്ളവർമാർക്കൊക്കെ എന്തൊക്കെയോ നമുക്കറിയാം. നമ്മുടെയൊക്കെ പ്രായമാണ്, എല്ലാ കാര്യങ്ങളും അറിയാം, അടിച്ചാലുള്ള സുഖം അറിയാം, എല്ലാം അറിയാം. അവന്മാർ ഈ ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ആലോചിക്കുന്നു ഇനിയുള്ള വരും തലമുറകളൊക്കെ ടീച്ചേഴ്സൊക്കെ അയാളുള്ള എല്ലാവരും കേട്ടോ പറയുന്നത്, ഇതുപോലുള്ള കുറേ നായ്ക്കളൊക്കെ ഉണ്ടെങ്കിലേ ഇപ്പോൾ കൂടുതലും ആൾക്കാർ പെൺപിള്ളേരാണെങ്കിൽ ഇതുപോലുള്ള മരുന്നും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. കണ്ടാൽ പാവത്തിനെ പോലെ ഇരിക്കുമെങ്കിലും കിറങ്ങിയ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം ഞാനിപ്പോൾ എന്താ പറയണ്ടേ, അപൂർവമായിട്ടുള്ള ആൾക്കാരായിട്ടൊക്കെ നമ്മൾ കോൺടാക്ട് ഉണ്ട്. ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മളൊന്ന് ചോദിക്കാനോ പറയാനോ പോകത്തില്ല, നമ്മുടെ കാര്യം നോക്കിപ്പോൾ നമ്മുടെ കണ്ണി കണ്ടാൽ നമ്മൾ പ്രതികരിക്കും. അല്ല നമുക്ക് ഒരാളെ നീ അത് ചെയ്യുന്നില്ല, ഇത് നിനക്ക് ഇതിന് ഡൗട്ട് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് തെളിവാണ് വേണ്ടത്. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. വിശദീകരണം ചോദിച്ചു. അപ്പം പറഞ്ഞത് അമ്മയ്ക്ക് ക്യാൻസർ ആണ്, ഭർത്താവ് ഡൈവോഴ്സ് ചെയ്യാൻ പോവുകയാണ്. അമ്മയ്ക്ക് ക്യാൻസർ ആണ്, ഡൈവോഴ്സ് ചെയ്യാൻ പോവാണ്. എൻ്റെ മോനെ കാവ്യ മുമ്പ് ആറ്റിറ്റ്യൂഡ് ഇട്ടില്ലേ പോലീസ് സ്റ്റേഷനിൽ, അവിടെ കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഒരു മേഡം കൂടെ ഉണ്ട്. അത് അത്യാവശ്യം പ്രായം തോന്നും, പക്ഷേ പുള്ളിക്കാരി എന്താ പറയുക, പുള്ളിക്കാരി പെട്ടുപോയ അവസ്ഥയായിരുന്നു. എന്തായാലും രമേശ് ചെന്നിത്തല പറയുന്നത് ഞാനൊന്ന് വെച്ച് തരാവേ. വളരെ വേദനാജനകമായ സംഭവമാണ് വടകര ഉണ്ടായത്. 3 ടീച്ചേഴ്സിനെ അറസ്റ്റ് ചെയ്തു. ഇനിയും കണ്ണികൾ കിട്ടാനുണ്ട്, അതിന്റെ പരിശ്രമത്തിലാണ്. അത് വടകര റൂറൽ SP മെറിൻ ജോസഫ് അടക്കമുള്ള ടീം നന്നായി അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിന് പിന്നിൽ കണ്ണികളുണ്ട് എന്നാണ് വിവരം. ഇത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അധ്യാപകർ ഇതിന്റെ പിന്നിൽ, ഇതിന്റെ വിൽപ്പനക്കാരായി മാറുന്നു, പണം സമ്പാദിക്കുന്നു. ഇവരിനി കുട്ടികൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പേടി. അതും പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അതുപോലെ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന ട്രെയിനേഴ്സ് അല്ലേ, ട്രെയിനേഴ്സ്, ഇവരെ പോലുള്ള ആളുകളൊന്നും ഇത് ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നില്ലല്ലോ. ഓപ്പറേഷൻ തുഫാൻ കൊണ്ട് അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ തന്നെ മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങൾ പറയുകയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ, ഇനി VD സതീശൻ പറയുന്നത് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അധ്യാപികമാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് എത്രമാത്രം ഈ ലഹരി മരുന്ന് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ നെറ്റ്വർക്ക് എത്ര വലുതാണെന്നുള്ളതിന്റെ ഒരു വലിയ ഇതാണ് റിയാക്ഷൻ. അപ്പൊ തൂഫാൻ നടക്കുന്നത് കൊണ്ടാണ് അതിശക്തമായി കർശനമായി ആ പദ്ധതി സർക്കാർ നടപ്പാക്കുകയാണ്. വളരെ പ്രയോറിറ്റി പ്രോഗ്രാമാണ് തൂഫാൻ എന്ന് പറയുന്നത് ഗവൺമെന്റ്. സംഭവം എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. തൂക്കണം, ഇനിയും ഒരുപാട് ആൾക്കാരെ തൂക്കണം. നിങ്ങൾ പറ, 10 വർഷം മുമ്പുള്ള ഗവൺമെൻറ്റും ഇപ്പോഴത്തെ ഗവൺമെൻറ്റും തമ്മിലുള്ള, പിന്നെ എല്ലാ പാർട്ടികൾക്കും ചെറിയ ചെറിയ കുറവുകളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളൊന്ന് പറ, മറ്റേനേക്കാളും മെച്ചമില്ലേ കോൺഗ്രസ്സുകാർ? തൂക്കുന്നില്ല ഈ ഒരു കാര്യത്തിൽ. നമുക്ക് ആവശ്യം നമ്മുടെ നാട് ക്ലീൻ ആവുന്നുള്ളതാണ്. മൊത്തം ക്ലീൻ ആവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നമ്മുടെ കേരളത്തിൽ ഒരു 60% ക്ലീൻ ആയാലാ അടിപൊളിയായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. ബൈ ബൈ.